ആഴ്ച ഒരു ശേഷിപ്പ് അഥവാ നീക്കിയിരിപ്പ് ഉണ്ടാകും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അതേ ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക്, കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്ന് ചിരിയുടെ അനുഭവങ്ങളിലേക്ക്, വല്ലാതെ ബാധിക്കപ്പെട്ട് ഇനി മുൻപോട്ടില്ല എന്നെല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചായിരുന്ന ആ സമയത്ത് നിന്ന് പുതിയ വാതിലുകൾ തുറന്നു കിട്ടുകയും അതിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്ത ആ മാറ്റം മാനുഷികമല്ല. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, പ്രഷർ ഫാമിലിക്കൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റം അത് മാനുഷികമല്ല. കാരണം അതിനുത്തരവാദി നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന ഞാനോ, കേൾക്കുന്ന നിങ്ങളോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അല്ല. നിങ്ങൾ കേൾക്കുന്ന വചനത്തിൻ്റെ ഉടയവനായ സർവശക്തനായ ദൈവമാണ്. ഞാൻ വെറുമൊരു മുഖാന്തരം അല്ലെങ്കിൽ ഉപകരണം. നിങ്ങൾ വിശ്വസിക്കുന്നു, എന്നിലൂടെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ നിങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാപിക്കുന്നു. അഥവാ ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമായി തീരുന്നു. ചിലർ പറയുന്നുണ്ട്, പാസ്റ്റർ ഞങ്ങളും പ്രതീക്ഷയോടെ ആയിരിക്കുന്നു, ആ മാറ്റം ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അതെ, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് നിങ്ങളുടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ വിടുതലിൻ്റെ നേരം. അവിധത്തിൽ ഇത് വിടുതലിൻ്റെ നേരമായി മാറുവാൻ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിച്ച ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞത് പ്രാരംഭമായി ഞാൻ നിങ്ങളോട് അറിയിച്ചു. അതെ, ഒരു നീക്കിയിരിപ്പ്, ഒരു ശേഷിപ്പ്, മിച്ചം വയ്ക്കുന്ന അനുഭവം ദൈവത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ഇപ്പോഴും ചോദ്യം നിങ്ങളോട് തന്നെയും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളോടും ഉണ്ട്. എന്ത് മിച്ചമുണ്ട്? ഇത്ര വർഷം ജോലി ചെയ്തല്ലോ, ഇത്ര വർഷം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടല്ലോ, ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ഇഷ്ടങ്ങളും സാക്രിഫൈസ് ചെയ്ത്, അല്ലേ സഹോദര? നീ നിൻ്റെ നല്ല സമയം മുഴുവൻ, നല്ല യൗവനം മുഴുവൻ ആ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടു, നിൻ്റേതല്ലാത്ത ദേശത്ത് കഷ്ടപ്പെട്ടു. നിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം, നിൻ്റെ ഭാര്യയ്ക്കൊപ്പം, നിൻ്റെ മക്കൾക്കൊപ്പം ചിലവഴിക്കേണ്ട സമയം തന്നെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും മധ്യത്തിൽ നീ അനുഭവിക്കേണ്ട സന്തോഷങ്ങളെല്ലാം നീ ത്യജിച്ചു. അങ്ങനെ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എന്ത് മിച്ചമുണ്ട്? ചോദ്യം പ്രസക്തമല്ലേ? മക്കൾ തന്നെ ചോദിക്കുന്നുണ്ട്, അപ്പൻ ഇത്രയും കാലം എന്ത്? ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഭാര്യയും ചോദിക്കുന്നുണ്ട്, ഇതിനായിരുന്നോ ഞാനിങ്ങനെ ഭർത്താവ് ഉണ്ടായിരുന്നിട്ടും ഇല്ലാത്തവളെ പോലെ കഴിഞ്ഞത്? മിച്ചം എന്തുണ്ട്? നിങ്ങൾ പറയും, വലിയ വായിൽ തന്നെ പറയും, കടത്തിന് കുറവൊന്നുമില്ല. അങ്ങോട്ട് പോയതിനേക്കാൾ കടം ഇപ്പോഴുണ്ട്. ഒരു വീട് വയ്ക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കുറച്ച് വസ്തു വാങ്ങണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നടന്നിട്ടില്ല. അന്നുണ്ടായിരുന്ന ബാധ്യതകൾ തീർക്കണമെന്ന്, ആ കാര്യത്തിൽ ഒരു സമാധാനമുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബാധ്യത തീർന്നെന്ന്. എവിടെ? അത് തീർന്നിട്ട് വേറെ വന്നു എന്ന് പറഞ്ഞാൽ മിച്ചമൊന്നുമില്ല. അതിനർത്ഥം നിങ്ങൾ സ്വപ്നങ്ങൾ ത്യജിച്ചു, ശരിയാണ്. കഷ്ടപ്പെട്ടില്ല എന്നാണോ? ഇല്ല, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അല്ലേ സഹോദരി? നീണ്ട വർഷത്തെ ദാമ്പത്യം, ഒരുപാട് സ്ട്രഗിൾ, ഒരുപാട് കഷ്ടപ്പാട്. പല കഷ്ടപ്പാടുകളെയും പലരുടെയും മുമ്പിൽ അഭിമാനത്തോടെ നീ പറഞ്ഞിട്ടുണ്ട്, ഈ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം സന്തോഷമായി മാറും, ഇതിൽ നിന്നൊക്കെ ഞാൻ പുറത്തു വരും. എന്നിട്ട് മിച്ചം, ശേഷിപ്പ്, അപമാനവും നിന്ദയും പരിഹാസവും. അത് തന്നെ ആ വീടിനെ മുൻപോട്ട് കൊണ്ടുപോയിട്ട്, മക്കളുടെ വിദ്യാഭ്യാസം മുൻപോട്ട് കൊണ്ടുപോയിട്ട്, മറ്റുള്ളവരുടെ മുമ്പേ മക്കളെ കടക്കാരുടെ മുമ്പേ കൊത്തിപ്പറിക്കുവാൻ ഇട്ടുകൊടുക്കാതെ അവരുടെ ക്രൂരവാക്കുകൾ മുഴുവനും കേട്ട് അപമാനിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് തലകുനിച്ചതിൻ്റെ റിസൾട്ട് ഇപ്പോൾ മക്കളുടെ വായിൽ നിന്ന് കേൾക്കുന്ന നിന്ന, അപമാനം, അല്ലേ സഹോദരി? ഭർത്താവ് തന്നെ ഇപ്പോൾ പരിഹസിക്കുക, ഇവളെപ്പോലെ കഴിവുകെട്ട ഒരുത്തി, നിനക്കറിയാം നീ കഷ്ടപ്പെട്ടത്, ആ കഷ്ടപ്പാടിനൊത്തവണ്ണമുള്ള പ്രതിഫലമുണ്ടോ? എന്തെങ്കിലും നീക്കിയിരിപ്പുണ്ടോ? ഒന്നുമില്ല. നല്ല വാക്ക് കേട്ട ഓർമ്മ പോലും ഇല്ല, മിച്ചമൊന്നുമില്ല. കിട്ടുന്നതൊക്കെ അപ്പോഴപ്പോഴെ ചിലവായി പോകുന്നു. നല്ലതൊന്നും പറയുവാനും കേൾക്കുവാനും പോലും ഇല്ലാത്ത വിധത്തിൽ വല്ലാത്തൊരവസ്ഥയല്ലേ? ഒരു നീക്കിയിരിപ്പുമില്ല, നന്മയായിട്ടുമില്ല, സന്തോഷങ്ങളായിട്ടുമില്ല, പേരായിട്ടുമില്ല. ആ അവസ്ഥയ്ക്ക് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുന്നു. റെഡിയാണോ ഒപ്പം വരുവാൻ? ആ അവസ്ഥ മാറുന്ന, അതെ,
ആ ഇല്ലായ്മയ്ക്ക് അറുതി വരുന്ന ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ഒന്ന് തൃപ്തി. അയ്യോ, മിച്ചമൊന്നുമില്ലെന്ന് പറയുമ്പോഴും ആ കടന്നുപോയ നാളുകളിൽ ഒരു തൃപ്തി അനുഭവിച്ചോ? അതുമില്ല, ഇല്ലേ? അപ്പോൾ ഒന്നും മിച്ചമില്ല. അതിനർത്ഥം കിട്ടിയതിനൊക്കെ ചാളയും മരിച്ചിനി തിന്നതാണോ? നമ്മുടെ നാട്ടിലെ ഒരു ചൊല്ലാണ് കേട്ടോ. കയ്യിൽ കിട്ടുന്നതിനെല്ലാം അടിച്ചു പൊളിച്ച് ചിലവഴിച്ച് തീർക്കുന്നവരെ കുറിച്ച് പറയുന്നതാണ്. കപ്പയും ചാളയും തിന്ന് തീർത്തു വന്നു, മരിച്ചില്ലേ? അത് അങ്ങനെ തിന്ന് തീർത്തോ? എവിടെ? അതുമില്ല. അന്നും ഇതൊക്കെ തന്നെ അവസ്ഥ. മിച്ചമില്ലെന്ന് മാത്രമല്ല, അന്നും ഇതൊക്കെ തന്നെ അവസ്ഥ. എത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര ഓടിയിട്ട് ഒരു തൃപ്തിയില്ലതെ, അല്ലേ? അല്ലേ സഹോദര? കർത്താവ് തൃപ്തി വരുത്തുവാൻ പോവുക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ ഈ ആഴ്ചയിൽ നീ ആ തൃപ്തി അനുഭവിക്കുവാൻ പോവുക. നിന്റെ വരുമാനത്തിൽ, നിന്റെ തൊഴിൽ മേഖലയിൽ ആ തൃപ്തി നിനക്കുണ്ടാവുക. എല്ലാ അതൃപ്തിയും അസംതൃപ്തിയും മാറിപ്പോവുക. തൃപ്തി അനുഭവിക്കുവാൻ പോകുക. സഹോദരി, നിന്റെ ഭവനത്തിനകത്ത് നീ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട് സംതൃപ്തിയോടെ നീ അനുഭവിക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അത് മക്കളുടെ വാക്കുകളിലൂടെ ആകാം, ഭർത്താവിൻ്റെ വാക്കുകളിലൂടെ ആകാം, നിന്റെ പ്രിയപ്പെട്ടവരുടെ വാക്കുകളിലൂടെ ആകാം. നിനക്ക് സംതൃപ്തി തോന്നുന്ന വിധത്തിൽ ഞാൻ ഏറ്റവും നിങ്ങൾക്ക് റിലേറ്റഡ് ആവുന്ന ഒരു തെളിവ് തരട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരോടുമായി പറയട്ടെ. നിങ്ങളുണ്ടാക്കുന്ന ആഹാരം, നിങ്ങൾ രാവിലെ എണീക്കുന്നു, മക്കളും ഭർത്താവും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എണീക്കുന്നു, വളരെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടി? നിങ്ങളുടെ മക്കൾക്കും ഭർത്താവിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നല്ലൊരു വാക്ക് അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ അവകാശമാണ്, പക്ഷേ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു അതൃപ്തി മനസ്സിലുണ്ടല്ലേ? സംതൃപ്തി റെഡിയാണോ? നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല വാക്കെന്നാ. സ്തോത്രം. കരയേണ്ട. യേശുവിൻ നാമത്തിൽ നിന്റെ ഭർത്താവ് നിന്നെ ചേർത്ത് പിടിച്ച് നല്ല വാക്ക് പറയുവാൻ പോകുക. മക്കൾ അമ്മയെ എന്ന് വിളിച്ച് നല്ല വാക്ക് പറയുവാൻ പോകുക. കണ്ണു തുടയ്ക്ക്, പ്രാർത്ഥിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തൃപ്തി ഉണ്ടാകുവാൻ പോകുക. ആ ജോലി സ്ഥലത്ത് നിന്ന് ശമ്പളം കിട്ടുന്നില്ലെന്നല്ല, കിട്ടുന്നുണ്ട്. പക്ഷേ അതിനൊത്തവണ്ണ ടെൻഷനും പറയുന്ന വാക്കുകളും. ആ വീട്ടിനകത്ത്, നീ ജോലി ചെയ്യുന്ന ആ വീട്ടിനകത്ത് സഹോദരി നിന്നോടാ, ആ സ്ഥാപനത്തിനകത്ത് സഹോദരൻ, ഒരു സംതൃപ്തിയില്ല, തൃപ്തിയില്ല. ഈ ആഴ്ച ആ തൃപ്തി നീ അനുഭവിക്കുവാൻ പോകുക. ആ കയ്യിൽ കിട്ടുന്നതിൽ നീ തൃപ്തനാകുവാൻ പോകുക. നിനക്ക് വേണ്ടവണ്ണമുള്ളത്. മക്കളെ, സംതൃപ്തിയോടെ നിങ്ങൾക്ക് വീട്ടിനകത്ത് വന്നിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം സംസാരിക്കുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് തരുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ശുശ്രൂഷക. ആ സംതൃപ്തിയുടെ അനുഭവം നിൻ്റെ ശുശ്രൂഷ മേഖലയിൽ ഉണ്ടാകുവാൻ പോകുക. വിഷയത്തിലേക്ക് വരട്ടെ. നോക്കൂ, അവർ തൃപ്തരായി. തുടർന്ന് ശേഷിച്ച കഷ്ണം, അഥവാ ഒരു ശേഷിപ്പുണ്ടായി. തൃപ്തിയും ശേഷിപ്പും ഉണ്ടായി. ഒരു ശേഷിപ്പുണ്ടാകും. നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ, ഭാരപ്പെടാതെ, അടുത്ത മാസം എങ്ങനെ ലോൺ അടയ്ക്കും, അടുത്ത മാസം മക്കളുടെ പഠനത്തിന് വേണ്ടിയുള്ളത് എവിടെ നിന്ന് കണ്ടെത്തും, ആരോട് ചോദിക്കും എന്നുള്ള ഉത്കണ്ഠകളില്ലാതെ സ്വസ്ഥമായി സമാധാനമായി യെസ്, യേശുവിൻ നാമത്തിൽ ശേഷിപ്പുണ്ടാകുക, നീക്കിയിരിപ്പുണ്ടാകുക. ആ ഒഴിഞ്ഞ പേഴ്സിൻ്റെ അനുഭവം, ഒഴിഞ്ഞ അക്കൗണ്ടിൻ്റെ അനുഭവം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകുക. താങ്ക് യു ലോർഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് എല്ലാ ശൂന്യതകളും, നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ശൂന്യത, ദീർഘവർഷങ്ങൾ ജോലി ചെയ്തു ആ രാജ്യത്ത്, അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ അനേകർ ജീവിച്ച സമ്പാദിച്ച രാജ്യത്ത്, സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്ത് നിങ്ങൾ ജോലി ചെയ്യുന്നു. ഒഴിഞ്ഞ പാത്രങ്ങളായി മാറിയിരിക്കുന്നു. ശൂന്യമായ നിന്റെ കരങ്ങളെ, ശൂന്യമായ നിന്റെ അക്കൗണ്ടിനെ, ശൂന്യമായ നിന്റെ ബ്യൂറോയെ കർത്താവ് നിറയ്ക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് എല്ലാ ശൂന്യതകൾക്കും സ്വർഗം അറുതി വരുത്തുക. ശൂന്യത വിട്ടുമാറുക. വീട്ടിനകത്ത് ശൂന്യതയാണ്, അടുക്കളയിൽ ആ ശൂന്യത. നീ ശബ്ദം കേൾക്കുമ്പോൾ ഓടി വന്ന് സ്ക്രീനിലേക്ക് നോക്കാൻ വരട്ടെ. ആ അടുക്കളയിലെ ഒഴിഞ്ഞ
പാത്രങ്ങളിൽ, കലങ്ങളിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. അടുക്കളയിലെ ശൂന്യത മാറുക, ഒരു ശേഷിപ്പ്, ഒരു നിറവ്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അടുക്കളയിൽ എന്തുണ്ടാകും? ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പല സഹോദരിമാർക്കും അതേ അമ്മമാർക്കും അറിയാം. ആമേൻ. അടുക്കളയിൽ മക്കളുടെ ഫീസിന് വേണ്ടതുണ്ടാകും. ചെറിയ പാത്രങ്ങളിൽ, മല്ലിപ്പാത്രത്തിലും അരിപ്പാത്രത്തിലും ഒക്കെ ആ ശേഷിപ്പില്ലാത്തതാണ് നിൻ്റെ ഏറ്റവും വലിയ സങ്കടം. പലരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരുന്നത് ആ ശേഷിപ്പില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ അടുക്കളകളിലെ പാത്രങ്ങളെ അനുഗ്രഹിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ. അതിനകത്ത് ആഹാര സാധനങ്ങളല്ല, പണമുണ്ടാകട്ടെ. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് താങ്ക് യു ലോർഡ്. യെസ്, ആ ശൂന്യത മാറുക യേശുവിൻ നാമത്തിൽ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആ ശൂന്യമായ റാക്കുകളിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. ആ പാത്രങ്ങളിൽ, ബോട്ടിലുകളിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് പ്രവർത്തിക്കുക യേശുവിൻ നാമത്തിൽ. ശേഷിപ്പ്, നീക്കിയിരിപ്പ് അടുക്കളയ്ക്കകത്ത്, ഭവനത്തിനകത്ത് സംഭവിക്കട്ടെ. സ്തോത്രം. ഷബാറിതലമാശേഖനം. പ്രോഫിറ്റ് ഉണ്ട്, ആ സ്ഥാപനത്തിന് മിച്ചം കിട്ടുന്നുണ്ട്, പക്ഷേ നീക്കിയിരിപ്പില്ല, മാറ്റിവെക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥ മാറുവാൻ പോകുക. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു. നിങ്ങൾ കുറേ ദിവസം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ചില ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യുവാനുള്ള സമയമായിരിക്കുന്നു. അത് ചിലപ്പോൾ ചിട്ടിയായിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്, നിങ്ങളുടെ ഫ്യൂച്ചർ റിച്ച് ആക്കുന്ന ചില ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസിനുള്ള സമയമായിരിക്കുന്നു. താങ്ക് യു ലോർഡ്. ആമേൻ. നോക്കൂ, ശേഷിച്ച കഷ്ണം, ആ കഷ്ണത്തെക്കുറിച്ച് പറയുന്നു, അത് കുട്ട നിറച്ചെടുത്തു. എത്ര? 12 കുട്ട. 12 സമ്പൂർണതയുടെ നമ്പറാണ്. സംഖ്യാശാസ്ത്രത്തിലേക്ക് പോകുന്നില്ല. 12 കുട്ട സമ്പൂർണത. കുട്ട നിറച്ചെടുത്തു. അപ്പോൾ ശേഷിപ്പിന് ഒരു നിറവ്, അല്ലെങ്കിൽ നിറവുള്ള ശേഷിപ്പ്. എന്തെങ്കിലും നക്കാപ്പിച്ച നീക്കി വയ്ക്കുമെന്നല്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കുവാൻ വേണ്ടിയുള്ളൊരു നീക്കിയിരിപ്പ് എൻ്റെ കർത്താവ് ഒരുക്കുക. പ്രാർത്ഥിച്ചു തുടങ്ങും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള, ആ ഭവനത്തിൻ്റെ പണിക്ക് വേണ്ടിയുള്ള നീക്കിയിരിപ്പ്, സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം നിൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണമുള്ള നീക്കിയിരിപ്പ് എൻ്റെ ദൈവത്താൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. മകളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള നീക്കിയിരിപ്പ്. യെസ്, നിറയെ. യെസ്, പ്രാർത്ഥിച്ചു തുടങ്ങ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അതിന് വേണ്ടത് ഇപ്പം എവിടെയുണ്ട്? ആരുടെയൊക്കെയോ കയ്യിലുണ്ട്. കൈ നീട്ടി കാല് പിടിച്ച്, നോ, നിൻ്റെ കയ്യിൽ. ആ ഒഴിഞ്ഞ കരങ്ങളെ സ്ക്രീനിലോട്ട് നീട്ടിയേ. യേശുവേ, ഈ കരങ്ങളെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നിറവുണ്ടാകട്ടെ. മക്കളുടെ വിവാഹത്തിന് വേണ്ടത്, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത്. താങ്ക് യു ലോർഡ്. ആ വിദേശ യാത്രയ്ക്ക്, ഉപരിപഠനവും ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശ യാത്രയ്ക്ക് കുഞ്ഞിന് കടന്നു പോകണം. നിങ്ങൾ ഒരുപാട് മുൻപോട്ട് വന്നു, പക്ഷേ സാമ്പത്തികമായി അതിനുള്ള ഒരു വഴി ഇതുവരെ തുറന്നു കിട്ടിയിട്ടില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ഒരു വഴി തുറക്കുക ഈ ആഴ്ച. യെസ്, താങ്ക് യു ലോർഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ഒരു നീക്കിയിരിപ്പ്, ആലയം പണിക്ക് വേണ്ടി ഒരു നീക്കിയിരിപ്പ് കർത്താവ് ഒരുക്കുവാൻ പോകുക. നിറവുള്ള നീക്കിയിരിപ്പ്. ആമേൻ. വെറും ശേഷിപ്പല്ല, വെറും എന്തെങ്കിലും മിച്ചം വയ്ക്കുന്ന, ഒന്നിനും തികയാത്ത എന്തെങ്കിലും മിച്ചം വയ്ക്കുന്ന, നോ, നിറവുള്ള വർദ്ധിച്ച ഒരു ശേഷിപ്പ് എൻ്റെ ദൈവം ഒരുക്കുന്നു. ഒരു ഭാഗത്ത് തൃപ്തരായ വലിയൊരു കൂട്ടം, ഒന്ന് തൃപ്തി. ഈ ആഴ്ച നിങ്ങൾ സംതൃപ്തിയോടെ ആയിരിക്കും. ഞാൻ നിങ്ങൾ ചെയ്യുന്ന മേഖലകൾ, തൊഴിൽ മേഖലയാകാം, നിങ്ങളുടെ കുടുംബത്തിനകത്താകാം, എന്തിന് ഈവൻ ട്രീറ്റ്മെൻറ്റിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ പോലും സംതൃപ്തിയില്ല. ഒരു നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ, എന്തോ ഒരവസ്ഥ, അതിനൊരു സംതൃപ്തിയില്ല, ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ. അത് മാറുകയാണ്. മെഡിസിനും മരുന്നിനും അധികമായ സൗഖ്യം നിങ്ങളുടെ ശരീരങ്ങളിൽ വെളിപ്പെടുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങി. താങ്ക് യു ലോർഡ്. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ചിലർ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, എങ്കിലും ഒരു സംതൃപ്തിയില്ല. സംതൃപ്തി നിറഞ്ഞ ദാമ്പത്യ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ, എന്നും വഴക്ക്, എന്നും ബഹളം, എന്നും അടി പിടി, ഒരു വല്ലാത്ത അവസ്ഥ, ഒരു യുദ്ധഭൂമി പോലെ നിങ്ങളുടെ ഭവനമായിരിക്കുന്നു. കർത്താവ് പറയുന്നു, സംതൃപ്തി നിങ്ങൾക്കുണ്ടാകുവാൻ പോകുക. സംതൃപ്തി നിറഞ്ഞൊരു ദാമ്പത്തിക ജീവിതം, സംതൃപ്തി നിറഞ്ഞ ദാമ്പത്യ ജീവിതം. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. നോക്കൂ, 12 കുട്ട നിറച്ചെടുത്തു. ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ
വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗത്തെ മുൻനിർത്തിയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അടിസ്ഥാനം കർത്താവിൻ്റെ വചനം കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. വലിയൊരു ജനം, 5000 ആണുങ്ങൾ മാത്രമുള്ള ജനക്കൂട്ടം, ജനമല്ല ജനക്കൂട്ടം. എൻ്റെ ഗ്രാമർ എനിക്കത്ര പിടി കിട്ടുന്നില്ല, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ജനം, അതും ഒരുപാട് പേരെന്നാണ് അർത്ഥം. അല്ല, ജനങ്ങൾ, ജനം പോയി, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നോക്കൂ, അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ, 5000 ആണുങ്ങളുണ്ട്. ഈ 5000 ആണുങ്ങൾക്ക് പുറമെ പ്രായമായവരുണ്ട്. അവരെ ഈ അന്നത്തെ കാലത്ത് സെൻസസിൽ കൂട്ടത്തിൽ ആരോഗ്യമുള്ളവരെയും യുദ്ധം ചെയ്യുവാനും കരം കൊടുക്കുവാനും പ്രാപ്തിയുള്ളവരെ മാത്രമേ സെൻസസിൽ ഉൾപ്പെടുത്തത്തുള്ളൂ. അതുപോലെ പിള്ളേരെയും ഉൾപ്പെടുത്തത്തില്ല. അപ്പോൾ കൊച്ചു പിള്ളേരുണ്ട്, എക്സസൈസായിട്ട് 50,000 എക്സസൈസായിട്ട് കൊച്ചു പിള്ളേരുണ്ട്, മുതിർന്ന ആൾക്കാരുണ്ട്, പ്രായമായിട്ടുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ കൂട്ടത്തേയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പുരുഷാരം, അവർ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. അവരുടെ ജീവിതത്തിൽ ശേഷിപ്പുണ്ടായി. നീ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ, ഞങ്ങൾ പല ദൈവവചനവും കേട്ടു. ചതിക്കപ്പെടരുതേ. നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചു നോക്കുക. ദൈവവചനം നിങ്ങളായിരിക്കുന്ന അവസ്ഥയെ മാറ്റുന്നതാണ്, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത്, വിടുവിക്കുന്നത്, ബലപ്പെടുത്തുന്നതുമാണ്. അല്ലാതെ നിങ്ങളുടെ സമാധാനത്തെയും സന്തോഷത്തെയും നഷ്ടപ്പെടുത്തി നിങ്ങളെ മഹാഭാവികളെന്ന് പറഞ്ഞ് മൂലയ്ക്ക് ഒതുക്കി കൂട്ടുന്നതല്ല സുവിശേഷം. സുവിശേഷം നല്ല വിശേഷമാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുതലുണ്ട്. ഇവിടം കൊണ്ട് തീരുന്നില്ല. നോക്കൂ, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും ശൂന്യമായൊരു പടക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കിനാൽ, അല്ലെങ്കിൽ ആ വാക്ക് കേട്ട് അനുസരിക്കുവാൻ പിന്നീട് ശിഷ്യനായ അന്നത്തെ മത്സ്യബന്ധന തൊഴിലാളിയായ ശീമോൻ പത്രോസ് കേൾക്കുകയാണ്, അനുസരിക്കുകയാണ്. റിസൾട്ട് എന്താണ്? തൻ്റെ ശൂന്യമായ പടക് നിറഞ്ഞു, അല്ലെങ്കിൽ വള്ളം നിറഞ്ഞു. ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. വള്ളം നിറഞ്ഞപ്പോഴെന്താണ് സംഭവിക്കുന്നത്? അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ പടകിലുള്ളവരെല്ലാം കൂടെ വന്ന് സഹായിക്കുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ആ നിറവ് അതൊരു ശേഷിപ്പായി ഒപ്പമുള്ളവരിലേക്ക് പകരപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായി. നിങ്ങൾക്കത് എത്ര പേർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ആവർത്തിച്ചു പറയുന്നു, ഒരു ശേഷിപ്പ്, മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന ഒരു ശേഷിപ്പ്, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒപ്പമുള്ളവരിലേക്ക്, നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒഴുകുന്നൊരു ശേഷിപ്പ് എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുന്നു. അതിന് ഇങ്ങനെ ദൂതായി ഞാൻ പറയുന്നു, നീ കൈനീട്ടി വാങ്ങുന്ന ആ അവസ്ഥയിൽ നിന്ന് കൈനീട്ടി കൊടുക്കുന്ന അവസ്ഥ വരുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ ഇനിയും വായ്പ വാങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല. വായ്പ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു ശേഷിപ്പ്, ഒരു നീക്കിയിരിപ്പ് ബാങ്ക് അക്കൗണ്ടിൽ എൻ്റെ ദൈവം ഒരുക്കിയ ഷബാറിതലമാശകനെ ഇനിയും കൈനീട്ടി ഒരു യാചകനായി നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീട്ടപ്പെടുന്ന അനേക കരങ്ങളെ നിറയ്ക്കുവാൻ തക്കവണ്ണം നിൻ്റെ അക്കൗണ്ടിൽ, നിന്റെ കരങ്ങളിൽ ഒരു ശേഷിപ്പ് എൻ്റെ ദൈവം ഒരുക്കിയ, ആ പേഴ്സിൽ ഒരു ശേഷിപ്പ് എൻ്റെ ദൈവം ഒരുക്കിയ. യേശുവിൻ നാമത്തിൽ ആമേൻ. അനേകരിലേക്ക് പകരപ്പെടുന്ന ഒരു ശേഷിപ്പ്. സ്തോത്രം. നിന്നിൽ അവസാനിക്കത്തില്ല സഹോദര, ഇത് നിന്നിൽ അവസാനിക്കത്തില്ല. ഈ സീസൺ നിന്നിൽ അവസാനിക്കത്തില്ല. നീക്കിയിരിപ്പിൻ്റെ, ശേഷിപ്പിൻ്റെ, നിക്ഷേപത്തിൻ്റെ സീസൺ നിന്നിൽ അവസാനിക്കത്തില്ല. തലമുറകളിലേക്ക്. അതെ, നിന്റെ സങ്കടം അതാണ്. പാസ്റ്റർ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല, എൻ്റെ മക്കൾ അങ്ങനെ കാര്യപ്രാപ്തിയുള്ള, അവരിതെങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. നോ, അവരിലേക്ക് അത് പകരപ്പെടുക. യേശുവിൻ നാമത്തിൽ. പലരും പറയുന്നുണ്ട്, പാസ്റ്റർ കൈ നിറയെ കിട്ടുന്നുണ്ട്, പക്ഷേ എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ മക്കൾക്ക്, എന്നെ സ്നേഹിക്കുന്നവർക്ക്, അത് കർത്താവിൻ്റെ വേലയ്ക്ക് ഒന്നിനും കൊടുക്കുവാൻ പറ്റുന്നില്ല. സ്തോത്രം. കൊടുക്കുവാൻ പറ്റാതിരിക്കുന്ന പല അവസ്ഥകളെയും കുറിച്ച് പറയാം, പക്ഷെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയെക്കുറിച്ച് പറയരുത്. ആമേൻ. സ്തോത്രം. ആ 12 കുട്ട ശേഷിപ്പ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് 5 അപ്പവും 2 മീനും എത്തിയപ്പോഴാണ് സംഭവിച്ചത്. കൊടുപ്പീൻ, എന്നാൽ അമർത്തിക്കുലുക്കി കവിയുന്ന ഒരാളവൻ്റെ വർധനവ് നിങ്ങൾക്കുണ്ടാകും. മടിശീലയിൽ ദൈവം അത് അളന്ന് തരും.
ആമേൻ. കൊടുക്കുന്ന കാര്യത്തിൽ, ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യരുത്. അത് സ്തുതി കൊടുക്കുന്ന കാര്യമായാലും, ആരാധന കൊടുക്കുന്ന കാര്യമായാലും, മഹത്വം കൊടുക്കുന്ന കാര്യമായാലും, പുകഴ്ച കൊടുക്കുന്ന കാര്യമായാലും. ആമേൻ. വചനം പറയുന്നുവല്ലോ, ദശാംശത്തിനും വഴിപാടിലുമാണ് നിങ്ങൾ ദൈവത്തോട് മത്സരിക്കുന്നത്. നോ, മത്സരിക്കരുത്. ആമേൻ. സ്തോത്രം. നോക്കൂ, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും, ഒരു മുറിക്കകത്ത് ഒരു സ്ത്രീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അവളുടെ ആ മുറിക്കകത്തിരിക്കുന്ന സ്വന്തം ഭവനത്തിലെ പാത്രങ്ങളൊക്കെ എണ്ണ കൊണ്ട് നിറഞ്ഞു. തുടർന്ന് എന്ത് സംഭവിക്കുന്നു? അടുത്തടുത്ത വീടുകളിൽ പോയി ഒഴിഞ്ഞ പാത്രങ്ങൾ വാങ്ങിച്ച് അതിനൊക്കെ നിറയ്ക്കുവാനായി തുടങ്ങി. നോക്കൂ, ആ മുറിക്കകത്ത് നിന്ന് തുടങ്ങിയ വർധനവ് അടുത്ത ഭവനങ്ങളിലെ ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുവാനായിട്ട് തുടങ്ങി. ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ദേശത്തിൽ അനേകരെ അഭിഷേകത്തിൽ ആറാടിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ദേശത്തിൽ അനേകരെ അഭിഷേകമുള്ളവരാക്കി മാറ്റുവാൻ പോകുക. റെഡിയാണോ? പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? പ്രാർത്ഥന ആ ഭവനത്തിനകത്ത് വെളിപ്പെട്ട നിറവ് ഒത്തിരി ഭവനങ്ങളിലേക്ക് പകരപ്പെട്ടു. ശേഷിപ്പ് പകരപ്പെട്ടു. നിറവ് മുറിക്കകത്ത് നിറഞ്ഞിട്ട് തൊട്ടു മുമ്പ് 2 വാക്യങ്ങൾ മുകളിലേക്ക് എത്തുമ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നു, ഇവൾ മരണപ്പെട്ടു പോയൊരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് വലിയ മിച്ചം നീക്കിയിരിപ്പൊന്നും ഇല്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ആ കുടുംബം കടത്തിലായി. കടക്കാർ വന്ന് ഇവളുടെ മക്കളെ പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ സംജാതമായി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിൻ്റെ അവസ്ഥയെക്കുറിച്ച് തന്നെ പറഞ്ഞത്. ആ കടമാണ് മക്കളുടെ ഭാവിക്ക് തടസ്സമായി നിൽക്കുന്നത്. വിവാഹം നടന്നു, പക്ഷേ സ്ത്രീധനം കൊടുക്കാൻ പറ്റിയില്ല. പറഞ്ഞ അത്രയും കൊടുക്കാൻ പറ്റിയില്ല. അത് മകളുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളിയായി നിൽക്കുന്നു. ആ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം വരുത്തുവാൻ പോകുക. ഇനി ഈ പ്രശ്നത്തെ തുടർന്ന് ഒരു വഴക്കുണ്ടാകുവാൻ നിന്റെ മകൾ കരഞ്ഞു കാണുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് അതിനെ പരിഹരിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. എൻ്റെ യേശു പരിഹാരം വരുത്തും. ആമേൻ. അപ്പോൾ നോക്കൂ, അവിടെ മക്കളെ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയായി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് രാജാക്കന്മാരുടെ കാലഘട്ടമാണ്. അവിടെ ഒരു സ്ത്രീ മാത്രമല്ല വിധത്തിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നത്. ആമേൻ. ഒത്തിരി സഹോദരിമാർ കടം കയറി മുടിഞ്ഞ അവസ്ഥയിൽ. അത് നീ മാത്രമല്ല, നീ കടം കയറി ഇനി ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോൾ, സഹോദരി നീ മാത്രമല്ല, സഹോദര നീ മാത്രമല്ല, കടം കയറി മുടിഞ്ഞ ആത്മഹത്യ മാത്രമെന്ന് ചിന്തിച്ചായിരിക്കുന്ന ഒത്തിരി പേർ നിൻ്റെ ചുറ്റുപാടുകളിലുണ്ട്. ആ കൂട്ടത്തിന് മധ്യയിൽ നിന്ന് നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്, അഥവാ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തത് കടത്തിൽ ആത്മഹത്യ മാത്രം ഇനി പ്രതീക്ഷ എന്ന് ചിന്തിച്ചായിരിക്കുന്ന അനേകരെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. അവർ ആത്മഹത്യ ചെയ്യാതിരിക്കുവാൻ അവരുടെ പ്രതീക്ഷയാക്കി എൻ്റെ ദൈവം നിന്നെ മാറ്റുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. നീ അനേകർക്കൊരാശ്വാസമായി ആശ്രയമായി മാറുവാൻ പോകുക. മരണം മാത്രമെന്ന് സഹോദരി നീ ഇന്ന് ചിന്തിക്കുന്നത് മരണത്തെക്കുറിച്ചാണ്. എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് നീ ഇങ്ങനെ ജീവിക്കേണ്ട പാസ്റ്റർ, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അതെ, മക്കൾ പോയി, മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഭർത്താവാണെങ്കിൽ നഷ്ടപ്പെട്ടു. ഭർത്താവ് ഉണ്ടോ? ഉണ്ട് പാസ്റ്ററെ, പക്ഷെ ഇല്ലാതിരിക്കുന്നത് ഇതിലും ഭേദം. അങ്ങനെ ചിന്തിക്കുന്ന ചിലരുണ്ട്. ആമേൻ. യെസ്, റെഡിയാണോ? പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിന്റെ ഭർത്താവിനെ കർത്താവ് മടക്കി വരുത്തുവാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അവൻ പിടിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന്, നിന്റെ ഭർത്താവ് പിടിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് എൻ്റെ കർത്താവ് നിന്റെ ഭർത്താവിനെ മടക്കി വരുത്തുവാൻ പോവുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. മടങ്ങി വരവ് കർത്താവ് ഒരുക്കുക. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരിക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവൻ പെട്ടുപോയ സ്ഥാനത്ത് ചിലയിടങ്ങളിൽ പെട്ടുകിടക്കുക. സ്തോത്രം. മക്കൾ ചിലയിടങ്ങളിൽ പെട്ടുകിടക്കുക. ഇവിടെ ആ സ്ത്രീയുടെ പ്രശ്നം, കടക്കാർ അവളുടെ മക്കളെ പിടിച്ചു കൊണ്ടുപോകുവാൻ നിൽക്കുന്നു. പിടികൂടി. സ്തോത്രം. തലമുറകളെ പിടികൂടി, പങ്കാളിയെ പിടികൂടി, നന്മകളെ പിടികൂടി കൊണ്ടുപോവുകയാണ്. അതങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ഒരു നിറവ്. അവിടെ ഇല്ലായ്മയാണ്. പൈസ ഇല്ലാത്തത് കൊണ്ടാണ് കടക്കാരായതും കടം കൊടുത്തവർ വന്ന് പിടിച്ചുകൊണ്ട് പോകുവാനും ഇടയായത്. അപ്പോൾ ചില ശൂന്യതകളാണ് ബന്ധിക്കപ്പെടുവാൻ കാരണമായി തീരുന്നത്.
നീ നിൻ്റെ കുടുംബം ബാധിക്കപ്പെടുവാൻ കാരണമായ ചില ശൂന്യതകളെ കർത്താവ് നീക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. അപ്പോൾ പലരും ചോദിക്കും, പാസ്റ്റർ ഇറ്റ്സ് പോസിബിളാണ്. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഉപവസിച്ച് ഇന്നായിരിക്കുന്ന ഈ ശൂന്യതയെ, ഇല്ലായ്മയെ മാറ്റി ഒരു നീക്കിയിരിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നേടുവാൻ, ഒരു നിക്ഷേപം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ സാഹചര്യം അതൊന്നും നോക്കണ്ട, കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ വിളിക്കുന്ന കാര്യം മറക്കണ്ട. നമ്മുടെ നമ്പറുകൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ വിളിക്കുക. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ ഒത്തിരി പേരിലേക്ക് എത്തിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. അവിധത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാം. എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം വചന സന്ദേശങ്ങൾക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും സഭയുടെ മീറ്റിങ്ങുകൾക്കും ഒപ്പം ചേർന്നിരിക്കാം. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചുകൊണ്ട് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധനയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. വെള്ളിയാഴ്ച 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുമുണ്ട്. ലൈവായി സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ. ചൊവ്വാഴ്ച സഹോദരിമാരുടെ മീറ്റിംഗ് സഭയിൽ വെച്ചുണ്ട്. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന, മാറി നിന്ന് കരയുന്ന പല വിഷയങ്ങളുമായിരിക്കുന്ന സഹോദരിയാണെങ്കിൽ, മാതാവാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തും. ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. കൂടുതൽ അറിയുവാൻ വിളിക്കുക. പ്രൈസർ ഫാമിലിയുമായി ചേർന്ന് നിൽക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേൾപ്പിച്ച വചനത്താൽ അടിയനിവരെ അനുഗ്രഹിക്കുന്നു. തൃപ്തിയും നിറവും ശേഷിപ്പും ഇവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ. അതങ്ങനെ സംഭവിക്കട്ടെ. ജോലി സംബന്ധമായി ഭാരപ്പെടുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൊഴിൽ സാഹചര്യങ്ങൾ അനുഗ്രഹവും അനുകൂലവുമായി തീരട്ടെ. തൊഴിലിടത്തിൽ ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും വെല്ലുവിളികളും മാറിപ്പോകട്ടെ. നിയമങ്ങൾ മുഖാന്തരം ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, നിയമങ്ങൾ ഇവർക്ക് അനുകൂലമായി മാറട്ടെ. രാജ്യങ്ങളുടെ നിയമങ്ങൾ ഇവർക്ക് അനുകൂലമായി മാറ്റി എഴുതപ്പെടട്ടെ. കമ്പനികളുടെ, സ്ഥാപനങ്ങളുടെ നിയമങ്ങൾ മാറട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകളും ആനുകൂല്യങ്ങളും ലഭിക്കട്ടെ. ഇവരുടെ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ വെല്ലുവിളികളും, എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. ഇവരുടെ ശത്രുക്കളെ കാണാതെ വണ്ണം ഇവരെ അങ്ങ് അവിടെ വർദ്ധിപ്പിക്കണമേ, വളർത്തണമേ. വിദേശങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. PR ലഭിക്കട്ടെ. വിസിറ്റിംഗ് വിസകളിൽ കടന്നുപോയി ജോലിയില്ലാതെ മടങ്ങി വരുവാൻ ആഗ്രഹിച്ച് നിരാശയോടെ ആയിരിക്കുന്നവർ സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ. ആ ഗതികേടിനെ അങ്ങ് മാറ്റണമേ കർത്താവേ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളിൽ ജപ്തി നടപടികളും മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. അപ്പോൾ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന വൈശാചികമായ വ്യാപാരങ്ങൾ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് നിരന്തരമായി ദൈവവചനങ്ങൾ കേൾക്കുവാനും ദൈവിക വിടുതലുകൾ പ്രാപിക്കുവാനും അവസരമുണ്ട്. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.